എന്തുകൊണ്ടാണ് SSC GD നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുന്നത്? എല്ലാവരും കുറച്ച് ദിവസമായിട്ട് കമന്റ് ബോക്സിലും നേരിട്ടും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് ടെൻഷൻ ഉണ്ട് അല്ലെ? സാധാരണ ഈ നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ വരേണ്ടിയിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇത്തവണ പരീക്ഷ നടക്കില്ലേ? നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുമോ? എക്സാം ലേറ്റ് ആവുമോ? ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം, എപ്പോഴാണ് ഇത് വരാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷനൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായി കണ്ടാൽ മതി. നിങ്ങൾക്ക് കാര്യം എന്താണ്, എപ്പോഴേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ടും നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവാനുള്ള കാരണമായി വരുന്നത്. എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ അവസാനത്തെ ബാച്ച്, ഈ വർഷത്തെ ദിശ അക്കാദമിയുടെ SSC GDക്ക് വേണ്ടിയുള്ള അവസാനത്തെ ബാച്ച്, അതിൽ ഒരെണ്ണം ഓൺലൈൻ ബാച്ച് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ബാച്ച് ഡിസംബർ 3-ാം തീയതിയാണ് നമ്മുടെ 3 സെന്ററുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ, കൊല്ലം സെന്ററുകളിൽ 8-ാം തീയതിയും, കോഴിക്കോട്, കൊട്ടാരക്കര, തിരുവനന്തപുരം സെന്ററിൽ 3-ാം തീയതിയും ഉണ്ട്. ഇപ്പൊ 3-ാം തീയതി നേരിട്ട് വരിക, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ, അവസാനത്തെ ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല എന്ന് ചോദിച്ചിരുന്നു. അത് ഇതാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ബാച്ച് ഉണ്ടാവുന്നതായിരിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 25 ആളുകൾക്ക്, ആദ്യം വരുന്ന 25 ആളുകൾക്കായിരിക്കും ഓരോ ബാച്ചിലും അഡ്മിഷൻസ് ഉണ്ടാവും. ഓരോ സെന്ററിൽ 25 പേരായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഓൺലൈൻ കോഴ്സും ഈ വർഷത്തെ ലാസ്റ്റത്തെ കോഴ്സാണ്. SSC GDക്ക് വേണ്ടിയുള്ള അവസാനത്തെ ഒരു ഓൺലൈൻ കോഴ്സ് ആണത്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വർഷത്തെ അവസാനത്തെ റെഗുലർ കോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് കോമൺ ആയി പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ആ ഗ്രൂപ്പിലുള്ള SSC GD പഠിക്കുന്ന ദിശ അക്കാദമിന്റെ ഗ്രൂപ്പിലുള്ള, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കൂപ്പൺ കോഡ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. കൂപ്പൺ കോഡ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ആ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ബാക്കി 50 പേർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി ഒരു 3-4 കൂപ്പൺസ് ബാക്കിയായിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കോഡും കൂടെ പറഞ്ഞുതരാം, എന്നിട്ട് നമ്മൾ കണ്ടന്റിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഡിസ്കൗണ്ട് എടുക്കാവുന്നതാണ്. ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞാണ്. അല്ലാത്ത ആൾക്കാർ അത് വിട്ടേക്കുക, കോഡ് മറന്നു പോകാണ്ടിരിക്കുക. നമ്പേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് നമ്മളെ കണ്ടന്റിലേക്ക് തന്നെ പോവാം. എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അപ്കമിങ് എക്സാംസിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് എക്സാമുകൾ കുറച്ചെണ്ണം വരാനുണ്ട്. ഈ എക്സാമുകൾ എപ്പോ നടക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നോക്ക്, ഒരു എക്സാം CPO ആണ്. ഓക്കെ, CPO എക്സാം ഈ ഡിസംബർ മാസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ്. പക്ഷേ ഈ ഡിസംബർ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു എക്സാം ആണ് CPO. പക്ഷേ ഇത് നടക്കേണ്ടിയിരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? സെപ്റ്റംബർ മാസത്തിലാണ്. നമ്മുടെ കലണ്ടർ പ്രകാരം സാധാരണയായിട്ട് സെപ്റ്റംബർ മാസത്തിൽ നടക്കേണ്ട ഒരു എക്സാം ആണിത്. അത് ഇതുവരെ നടന്നിട്ടില്ല, എക്സാം നടന്നിട്ടില്ല. CHSL എക്സാം ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഡിന്റെ കൂടെ പാരലലി നടന്ന് അവസാനിച്ചു അല്ലെ? 27-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അവസാനിച്ചു. ആ എക്സാം നടക്കേണ്ടത് എപ്പോഴായിരുന്നു? നവംബറിലല്ല, സെപ്റ്റംബറിലായിരുന്നു. അപ്പൊ ഒക്ടോബർ, നവംബർ 2 മാസം അവിടെ ലാഗ് വന്നിട്ടുണ്ട്. ഇനി MTS നടക്കേണ്ടത് സെപ്റ്റംബർ ഒക്ടോബറിലായിരുന്നു. അത് ഇതുവരെ നടന്നിട്ടില്ല. MTSന്റെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ SSC-JEയും ഈ CPOന്റെ കൂടെ സെപ്റ്റംബർ മാസത്തിൽ നടക്കേണ്ടതായിരുന്നു. അത് നടക്കാൻ പോകുന്നത് ഈ ഡിസംബർ മാസത്തിലാണ്. SSC-JE നടക്കാൻ പോകുന്നത്. ഇനി SSC-JE അതിന്റെ കൂടെ തന്നെ ഡൽഹി പോലീസിന്റെ ഒരുപാട് പരീക്ഷകൾ നിങ്ങൾക്കറിയാം. ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കോൺസ്റ്റബിൾ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അങ്ങനെ 3-4 എക്സാംസ് ഡൽഹി പോലീസിന് തന്നെ ഉണ്ട്. അതൊക്കെ നടക്കേണ്ടത് ഈ ഡിസംബർ മാസത്തിലാണ്. അത് നടക്കേണ്ടത് നവംബർ, ഡിസംബറിലാണ്. അത് നടക്കുന്നത് ഡിസംബർ അവസാനത്തോടെയാണ്. ഓക്കെ, നവംബർ അവസാനത്തിലും ഡിസംബർ സ്റ്റാർട്ടിങ്ങിലുമായി നടക്കേണ്ടിയിരുന്ന പരീക്ഷകളാണ്. കഴിഞ്ഞ വർഷമൊക്കെ നവംബർ ഒരു 25-ാം തീയതി മുതൽ ഒരു ഡിസംബർ 5-ാം തീയതി വരെയുള്ള സമയത്തൊക്കെ നടന്നിരുന്ന ഒരു എക്സാം ആണ് ഡൽഹി പോലീസ് ഒക്കെ. അത് ഈ തവണ ഡിസംബർ അവസാനത്തിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ജനുവരി തുടക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ജനുവരി വരെയാണ് ഈ പരീക്ഷകളൊക്കെ നടക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇതിൽ ഇതുവരെ ആരെ പറഞ്ഞിട്ടില്ല? MTSന്റെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതെന്തായാലും നടന്നിട്ടില്ല. അപ്പൊ അത് നടക്കാൻ പോകുന്നത് മിക്കവാറും ജനുവരിക്ക് ശേഷം ഫെബ്രുവരി മാസത്തിലായിരിക്കും. ഇത്രയുമാണ് നിലവിൽ പെൻഡിങ് ആയിട്ടുള്ള പരീക്ഷകൾ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുട്ടികൾ അപ്ലൈ ചെയ്ത് പെൻഡിങ് ആയിട്ട് ഇത്രയും പരീക്ഷകളുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും SSC എന്ത് ചെയ്യും? SSC GDയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് പിടിച്ചു വെക്കും. എന്തിനാ പിടിച്ചു വെക്കുന്നത്? ഇതൊക്കെ ഒന്ന് ഒതുക്കണം. പെട്ടെന്ന് GD നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന് പെട്ടെന്ന് എക്സാം നടത്തിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നം വരുമല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ MTSന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇത്രയായിട്ടും എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചത്. നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 2 മാസത്തിനുള്ളിൽ പെട്ടെന്ന് എക്സാം നടത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ പരമാവധി 2-3 മാസം, നോട്ടിഫിക്കേഷൻ വന്ന 2-3 മാസം കൊണ്ട് എന്ത് ചെയ്യും? എക്സാം വരും, ഡേറ്റും അവർ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യും. അതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ ഈ എക്സാമുകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായാൽ MTSും കൂടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ കൂടെ എന്തുണ്ടാവും? GDന്റെ ഡേറ്റും ഉണ്ടാവും. GDന്റെ ഡേറ്റ് വന്നതിന് ശേഷമാണ് മിക്കവാറും നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ, അതും ഒരുപാട് കഴിയൊന്നുമില്ല. അത് എപ്പോഴായിരിക്കും എന്നുള്ളതും കൂടെ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ഐഡിയ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി രണ്ടാമതൊരു കാരണം കൂടെ നമുക്ക് അവിടെ പറയാനുണ്ട്. രണ്ടാമത്തെ കാരണമാണ് മേർജിങ്. നമ്മളോട് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. RPFും GDയും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? മെർജ് ആവാൻ പോവാണ്. അല്ലെങ്കിൽ അത് കൃത്യമായ ഒരു വാർത്തയായിരുന്നില്ല, അതൊരു റൂമർ മാത്രമായിരുന്നു. RPF ഇനി മുതൽ SSC ആണ് നടത്താൻ പോകുന്നത് എന്നുള്ളതായിരുന്നു കൃത്യമായിട്ടുള്ള വാർത്ത. ഓക്കെ, അവിടുന്ന് വന്നൊരു റൂമറാണ് ഇനി എന്താവും? RPFും GDയും കൂടെ ഒരു പരീക്ഷയാവും എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ RPFും GD ഒരു പരീക്ഷയായുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ RPFന്റെ ഏജ് ലിമിറ്റ് എത്രയാ? 25 വയസ്സാണ് ജനറൽ സ്റ്റുഡൻസിന്. GD ഏജ് ലിമിറ്റ് എത്രയാ? 23 വയസ്സാണ് ജനറൽ സ്റ്റുഡൻസിന്. അപ്പൊ ഏജ് ലിമിറ്റ് അവിടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമുണ്ട്. ഏജ് ലിമിറ്റ് മാത്രമാണോ പ്രശ്നം? അല്ല, ബാക്കി എല്ലാം പ്രശ്നമല്ലേ? ഹൈറ്റിൽ പ്രശ്നമില്ലേ? ഹൈറ്റിൽ പ്രശ്നമുണ്ട്. SSC GDന്റെ ഏജ് ലിമിറ്റ് ഹൈറ്റ് എത്രയാ? 170 ആണ്. എന്നാ RPFന്റെ ഏജിൽ ഹൈറ്റ് എത്രയാ? 165 ആണ്. 165 സെന്റിമീറ്റർ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനിയുണ്ട്. നമുക്ക് സിലബസിനെ പറ്റിയും പറയാം. ഇവിടെ സയൻസിന് ഭയങ്കര വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണിത്. അല്ല സോറി, GDയിലല്ല, തിരിച്ചിട്ടോ. ഇവിടെ സയൻസിന് കാര്യമായ വെയിറ്റേജ് ഉണ്ട്. എന്നാ ഇവിടെ സയൻസിന് അത്രത്തോളം വെയിറ്റേജ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെയോ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. GDക്ക് ഇംഗ്ലീഷ് ഉണ്ട്, എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, RPF പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഒരു 25 വയസ്സാവാനായ അല്ലെങ്കിൽ 24 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടിക്ക് 168 സെന്റിമീറ്റർ ഉയരമുള്ളൂ. ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമായി സയൻസ് ആണ്, അല്ലെങ്കിൽ സയൻസും GK മാത്സും റീസണിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് ഇത്തവണ RPF എഴുതാൻ പറ്റാണ്ട് വരും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ മെർജർ അത്ര എളുപ്പമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഗ്രൂപ്പ് ഡിന്റെ കേസ് ഒക്കെ നടക്കുന്നില്ലേ, അതുപോലെ കേസുകളിലേക്ക് പോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ ഇവർക്ക് പരീക്ഷ നടത്താൻ വേണ്ടി കഴിയുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ടേ പരീക്ഷ നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ പറയുന്ന കൺഫർമേഷൻ അവർ ഒരു തീരുമാനം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയയിൽ എത്താത്തത് കൊണ്ട് അത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയാണ് ലാഗ് ആവാനുള്ള, നമ്മുടെ നോട്ടിഫിക്കേഷൻ ലാഗ് ആവാനുള്ള മറ്റൊരു കാരണം. ഓക്കെ, അപ്പൊ ഈ 2 കാരണങ്ങളാണ് നോട്ടിഫിക്കേഷൻ ലാഗ് ആവാനുള്ള കാരണം. ഇതിനുള്ള സൊല്യൂഷൻ എന്താ? മിക്കവാറും RPFന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പരീക്ഷ നടത്താം. ഇല്ലെങ്കിൽ RPFന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ക്വാളിഫിക്കേഷൻ വെക്കാം. അതിനുള്ളൊരു സാധ്യത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ RPFന് സെപ്പറേറ്റ് പരീക്ഷ തന്നെയാവാം. ഓക്കെ, നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ RPFന് സബ് ഇൻസ്പെക്ടറും ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിളും ഉണ്ട്. ഓക്കെ, പക്ഷെ GD എന്ന് പറഞ്ഞാൽ 10th ലെവൽ മാത്രമല്ലേ. ഇവിടെ സബ് ഇൻസ്പെക്ടർ അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും നടത്തിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് മിക്കവാറും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും RPFന് സെപ്പറേറ്റ് ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പോ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ലേറ്റ് ആയത്. ഇനി എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത? ക്ലാരിഫിക്കേഷൻ ഇത്രയും ദിവസം കൊണ്ട് അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഡിസംബർ 7 മുതൽ 10 വരെയുള്ള ഒരു ഡേറ്റിനുള്ളിൽ എന്ത് വരാം? നോട്ടിഫിക്കേഷൻ വരാം.
ഓക്കെ, ചിലപ്പോ ഈ വീഡിയോ ഇട്ടിട്ട് പിറ്റേ ദിവസം എന്തുണ്ടാവും, നാളെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ വരട്ടെ, നേരത്തെ വരികയാണെങ്കിൽ അത്രയും നല്ലതാണ്. എന്നാൽ നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നത് ഡിസംബർ 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെങ്കിലും എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനപ്പുറത്ത് നമുക്ക് എക്സാമും നടക്കും. അതായത് നമുക്ക് മാർച്ച് മാസത്തിൽ എന്തു എക്സ്പെക്ട് ചെയ്യാം, എക്സാം എക്സ്പെക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങേണ്ട സമയം ആയിട്ടിട്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാഗ് അടിച്ച് നിൽക്കരുത്, പഠിച്ചു തുടങ്ങിക്കോളാം. പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നാലേ ഞാൻ പഠിച്ചു തുടങ്ങുന്നുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും പറ്റില്ല. അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യമാണ് നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തു നിൽക്കുന്നതും നമ്മുടെ ഓക്കെ, ആ ഉദാഹരണം ഞാൻ പറയുന്നില്ല. നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമ്മളെ ജീവിതത്തിന് വളരെ നെഗറ്റീവായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം നിങ്ങൾ ഓർത്തോളുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യരുത്, പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നാലേ പഠിച്ചു തുടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ച ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അവർ അടുത്ത വർഷം നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ലേറ്റ് അല്ല എന്നുള്ളത് ഓർത്തോളുക. ഈ സമയത്തും പഠിച്ചിട്ട് ഒരുപാട് ആളുകൾ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണ അതിലൊരാൾ നിങ്ങൾക്കാവാൻ കഴിയണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തൊട്ട് പഠിച്ചു തുടങ്ങുക. ഇന്നിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ സമയത്തുണ്ടാവും, അതുകൊണ്ട് നാളെ പഠിച്ചു തുടങ്ങിക്കോളാം. ഇന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ അല്ല നിങ്ങൾക്ക് എനർജി തരേണ്ടത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹം വെച്ച് എന്ത് ചെയ്തോളാം, പഠിച്ചോളാം. പിന്നെ RPF പഠിക്കുന്ന കുട്ടികളൊന്നും ടെൻഷൻ ആവരുത്. നിങ്ങൾക്കൊന്നും ഈ കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റം വരില്ല കേട്ടോ. നിങ്ങളെ ഏജ് ലിമിറ്റിൽ മാറ്റം വരില്ല, നിങ്ങളെ അതുപോലെ തന്നെ ഹൈറ്റിൽ മാറ്റം വരില്ല. മാറ്റം വന്നാൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, നമുക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഒരു പരീക്ഷയാണ് RPF എന്ന് പറയുന്നത്. ഒരിക്കലും അതിന്റെ ഏജ് ലിമിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന ഹൈറ്റ് കൂട്ടാനോ ഒന്നും നമ്മൾ ഒറ്റയടിക്കൊന്നും അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നേ ഇല്ല. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളത് ഓർക്കുക. പിന്നെ ആസ് എ ഹോൾ ഈ മുഴുവൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 60,000 വരെയുള്ള വേക്കൻസി എന്ത് ചെയ്യാൻ കഴിയും, എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ GD ആണ്, GDന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാം. തുടക്കത്തിൽ ഒരു ചെറിയ വേക്കൻസി പറയും, പിന്നെ എന്ത് ചെയ്യും, നിങ്ങളെ എക്സാം ഒക്കെ കഴിഞ്ഞ് മെഡിക്കലൊക്കെ ആകുമ്പോഴേക്കും ആ വേക്കൻസി ഇൻക്രീസ് ആവാറുണ്ട്. അപ്പോ 60 തുടക്കത്തിൽ വേക്കൻസി പറയുമെങ്കിലും അതിലും കൂടാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, അവസാനമൊക്കെ ആകുമ്പോഴേക്കും അതിലും കൂടാനുള്ള ചാൻസ് ആണ്. അപ്പൊ ഈ ചാൻസിനെ വളരെ പോസിറ്റീവായിട്ട് അങ്ങ് സീരിയസ് ആയി കണ്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സസ് ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. നിങ്ങൾക്ക് എന്നും നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്.